തിരുവനന്തപുരം നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ മൂന്നാം തവണയും മത്സരിക്കുന്ന LDF സിറ്റിംഗ് MLA കെ ആൻസലൻ വിജയപ്രതീക്ഷയിലാണ്. മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസനം വോട്ടായി മാറുമെന്ന് കെ ആൻസലൻ 24നോട് പറഞ്ഞു. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ആൻസലൻ 24നോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് നന്നായി ചൂടായി വരുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും വികസന പ്രവർത്തനങ്ങളും പ്രധാനമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 10 വർഷക്കാലത്തെ വികസനോത്മകമായിട്ടുള്ള സമീപനം കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണ് പുതിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത്? എന്ത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്? കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് നല്ലൊരു ശതമാനത്തിലും പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഗവൺമെൻറ്റിന്. അത് നമുക്കറിയാം. പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനത്തിനകത്ത് കേരളത്തിലെ PW റോഡുകൾ 10 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വിഷയമെല്ലാം നോക്കിയാൽ എല്ലാ റോഡുകളും വലിയ ഗർത്തങ്ങളായിരുന്നു. ആ റോഡുകളാണ് പൂർണ്ണമായും BNBC നിലവാരത്തിലേക്ക് പുതുക്കിപ്പണിത്. യാത്രാ സൗകര്യങ്ങൾക്ക് സൗകര്യപ്പെടുത്തുന്നതിന് 200 പാലങ്ങളാണ് കേരളത്തിനകത്ത് പുതിയ പാലങ്ങൾ നിർമ്മിച്ചത്, നദികൾക്കും കായലുകൾക്കും കുറുകെ. അതെല്ലാം തന്നെ ചില പാലങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിച്ചാണ്. അപ്പം വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ. 36 ലക്ഷം പെൻഷൻ വാങ്ങിച്ച ഒരു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ആകെ ഒരു മാസം 220 കോടി രൂപ മാറ്റി വെച്ചാൽ മതിയായിരുന്നു. ആ 220 കോടി രൂപ മാറ്റി വയ്ക്കാതെ 18 മാസക്കാലം കുടിശ്ശിക വരുത്തി. ഇപ്പോൾ അത് 62 ലക്ഷമായി വർദ്ധിച്ചു. 1240 കോടി രൂപ ഒരു മാസം മാറ്റി വയ്ക്കണം. കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് DCC പ്രസിഡന്റ് N ശക്തനെയാണ്. ശക്തമായ മത്സരം നെയ്യാറ്റിൻകര മണ്ഡലത്തിലുണ്ടോ? മത്സരം ഉണ്ടാവുമല്ലോ. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസിലും നല്ല മത്സരം നടക്കുമല്ലോ. അത് ഓരോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമ്മളിവിടെ പ്രത്യേകമായി ക്രിറ്റിസൈസ് ചെയ്യുന്നത് ശരിയല്ല. അത് രാഷ്ട്രീയ എതിരാളി ആരായാലും അത് നേരിടുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഈ മണ്ഡലം നേടും. മികച്ച ഭൂരിപക്ഷം ഉണ്ടാവും. എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണം? 10 വർഷം കഴിഞ്ഞ ഒരു MLA മാറണം എന്നുള്ളൊരു വികാരമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. കണ്ടു പരിചയപ്പെട്ട ഒരു മുഖമായതുകൊണ്ട് 10 വർഷം കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വികാരം ഉണ്ടോ? ഇല്ല. MLA-മാരെ സംബന്ധിച്ച് മുൻപൊക്കെ ആളുകൾക്കുള്ള ധാരണ എന്ന് പറഞ്ഞാൽ അവർ MLA-മാരുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പോലും സാധാരണക്കാർക്ക് പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും ഏജന്റുമാർ വേണം MLA-മാരെ കാണാൻ, ഒരു കത്തിന് പോലും. അതെല്ലാം മാറി കഴിഞ്ഞ 10 വർഷക്കാലം ഏതൊരാൾക്കും നിർഭയത്തോടെ ഈ രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും MLA അടുത്ത് വരുന്നതിനും അവരുടെ ജീവിതാവശ്യങ്ങൾ ഉണർത്തിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും അതുണ്ടാകും? തീർച്ചയായും ഉണ്ടാവും. എന്തായാലും വിജയാശംസകൾ. ശരി, താങ്ക്സ്. കെ ആൻസലൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഇനിയും ഒരു വിജയം ഉറപ്പ്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.